ബിനുവിൻ്റെ കേസിൽ രൂപേഷ് എന്നോട് പറഞ്ഞത് റിക്കവറിക്ക് ചെറിയൊരു ചാൻസ് ഉണ്ടെന്നാണ്. ബട്ട് ഞാൻ നോക്കിയിട്ട് അങ്ങനെയല്ല കാണുന്നത്. റിക്കവറിക്ക് ചെറിയ സാധ്യതയല്ല, വലിയ സാധ്യതയാണ് കാണുന്നത്. കാരണം ഈ അപകടം ബിനുവിൻ്റെ മെമ്മറിയെ ഇല്ലാതാക്കിയിട്ടില്ല. ബട്ട് ദ കണക്ഷൻ, ആ കണക്ഷൻ ഉണ്ടല്ലോ, അതാണ് മിസ്സിംഗ്. എന്തായാലും ഞാൻ ഒരു 5-6 മാസത്തേക്കുള്ള മരുന്ന് എഴുതരാം, അത് കൊടുത്താൽ മതി. ഇനി ഉള്ളിൽ പതിഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടിയാൽ അധികം വൈകാതെ കിട്ടും. ഇറ്റ് വിൽ സ്പീഡ് അപ്പ് ദ റിക്കവറി. അതുപോലെ ഈ കാര്യത്തിൽ ഞങ്ങൾ രണ്ടുപേരുടെയും ഗ്യാരണ്ടി ഉണ്ട്. സന്തോഷമായില്ലേ? God bless you. പെയിന്റിന്റെ സ്മെല്ലേറ്റിനുണ്ട്. ചെല്ലവർക്ക് ചെല്ല്. ഇതിപ്പോ പെയിന്റ് അടിച്ചതാണ്. പണ്ടേ നീ പറയാറുള്ളല്ലേ ഫ്ലാറ്റിൻ്റെ ഇന്റീരിയറൊക്കെ നല്ല ഭംഗിയാക്കണമെന്ന് അല്ലേ? കോമയിൽ നിന്ന് നീ തിരിച്ച് വരില്ലെന്ന് പറഞ്ഞ് ഡോക്ടർമാരൊക്കെ എഴുതി തള്ളിയപ്പോൾ നിനക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീട്ടിലേക്ക് നിന്നെ താമസം മാറ്റണമെന്ന് നമ്മൾ തീരുമാനിച്ചു. നീ ഇത്ര പെട്ടെന്ന് തിരിച്ചു വരും നമ്മൾ വിചാരിച്ചില്ല, അല്ലേ? അല്ലേ? അതെ. മോന്റെ മുറി ദാ ലെഫ്റ്റില്. ചെമ്പരത്തി താഴത്ത് വീണതാണോ, കണ്ടവന്റെ മുറ്റത്ത് നട്ടതാണോ? ചെമ്പരത്തി താഴത്ത് വീണതാണോ, കണ്ടവന്റെ മുറ്റത്ത് നട്ടതാണോ? The number you are trying to call is currently not reachable. Please try again later. ഡോക്ടറെ, അവന് ഓർമ്മ വരുമെന്ന് പേടിച്ചിറക്കാനൊന്നും ഞങ്ങൾക്ക് സമയമില്ല. ഓർമ്മ കംപ്ലീറ്റ് കളയാളം മരുന്ന് ഡോക്ടർ സംഘടിപ്പിച്ചായിരുന്നു. ഇല്ലെങ്കിൽ പെട്ടെന്ന് മരിക്കാനുള്ള മരുന്ന് ദയവർക്ക് കൊടുക്കണം. നമ്മളൊരാളെ കൊല്ലാനല്ലല്ലോ നോക്കുന്നേ, അയാളുടെ മെമ്മറി കളയാനല്ലേ. കൊല്ലാനൊന്നും നമ്മൾ നോക്കില്ലല്ലോ അല്ലേ? ഏയ്, ഒരു കുടുംബത്തിന്റെ സമാധാനപരമായ സഹവർത്തത്തിന് വേണ്ടിയിട്ടുള്ള കാര്യമല്ലേ. നിങ്ങൾ ഈ പറയുന്ന നന്മയ്ക്ക് മരുന്നുണ്ട്, പക്ഷേ മാരക സൈഡ് എഫക്റ്റാണ്. കംപ്ലീറ്റ് മെമ്മറി അടിച്ചു. കുറ്റകൃത്യം എന്നൊക്കെ പറഞ്ഞാൽ പെറ്റ തള്ള സഹിക്കൂല. ഇവിടെ അല്ലാട്ടോ ഉദ്ദേശിച്ചത്. പിന്നെ എങ്ങാനും പിടിക്കപ്പെട്ട വില ഗൂഗിൾ ചെയ്തെടുത്താണെന്ന് പറഞ്ഞേക്കണം. എന്നെ ചതിക്കാൻ നോക്കരുത്. എന്നെ എങ്ങാനും ചതിക്കാൻ നോക്കിയാൽ നേരത്തെ ഒന്ന് അറിയിച്ചേക്കണം. എനിക്ക് ചത്ത് കളയാല.
അത് ശരി. ആ വശങ്ങൾ